വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ മസ്റ്ററിംഗ് ചെയ്യാനാകാതെ ദുരിതത്തിൽ. മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കൂ എന്ന നിർദ്ദേശത്തെ തുടർന്ന് 2 ദിവസമായി പെൻഷൻകാർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മടങ്ങുകയാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചവർ ഓഗസ്റ്റ് 24 മുമ്പ് മസ്റ്ററിംഗ് നടത്തണം. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഓരോ ദിവസവും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വിവിധ ക്ഷേമനിധി ബോർഡുകൾ അറിയിപ്പിലൂടെ അംഗങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പലരും മടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. സെർവറിന്റെ വേഗക്കുറവ് കാരണം മസ്റ്ററിംഗ് നടപടികൾ വളരെ സാവധാനം മാത്രമേ പൂർത്തിയാക്കാനാകൂ എന്നാണ് അക്ഷയ സംരംഭകർ പറയുന്നത്. അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ 2 ദിവസമായി മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുന്നുവെന്ന് അറിയിച്ചെങ്കിലും സെർവറിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു. ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും. കഠിനമായ മഴയെ അവഗണിച്ചാണ് പലരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. മസ്റ്ററിംഗ് ഇല്ലെന്ന വിവരം അറിയുന്നതോടെ നിരാശയോടെയാണ് ഇവർ മടങ്ങിയെത്തുന്നത്. സംസ്ഥാനത്തെ 62,65,754 ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും അർഹരായത്. ഇതിൽ സുരക്ഷാ പെൻഷൻ അർഹരായ 18,15,715 പേരാണ് ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 32 ബോർഡുകളിലാണ് വിവിധ ക്ഷേമനിധി അംഗങ്ങളുള്ളത്. 14,649 പേർക്ക് മസ്റ്ററിംഗ് കഴിയാതെ വന്നു. ഇതിൽ 438 പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു. ജില്ലയിൽ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായ 27,057 പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത്. 2,90,447 പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുണ്ട്. 5 മാസത്തെ പെൻഷനാണ് ലഭിക്കാനുള്ളത്. 1,600 രൂപ വീതം 8,000 രൂപ കിട്ടണം. മരുന്ന് വാങ്ങാനും റേഷൻ വാങ്ങാനും വലിയ സഹായമായിരുന്നു. ആ സമയം കിട്ടുന്നില്ല എന്ന പരിഭവമാണ് ഗുണഭോക്താക്കൾക്കെല്ലാം. മസ്റ്ററിംഗ് കൂടിയായപ്പോൾ ഇനി എന്തായിരിക്കുമെന്ന് ആശങ്കയിലാണ് പലരും.